الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم الله غفور رحيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാ അറിവുകളും ഉള്ള സർവശക്തനായ റബ്ബിനെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നൂറ്റാണ്ടാണ് എന്ന് നമുക്കറിയാം. ഖൈറുൽ ഖുറൂനി ഖർനി. അതുകൊണ്ട് തന്നെ ആ ഉത്തമ നൂറ്റാണ്ടിൽ അത് ഉത്തമമായിരിക്കാനുള്ള പ്രധാന നിമിത്തം ആ കാലഘട്ടത്തിലാണ് സഹാബാക്കളൊക്കെ ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുകയും അങ്ങനെ ജീവിതം തന്നെ ഇസ്ലാമിനെ മാറ്റിവെക്കുകയും ചെയ്ത ഒരു കൂട്ടം സജ്ജനങ്ങളാണ് സഹാബാക്കൾ. ആ സഹാബാക്കളുടെ മനാഖിബുകൾ, അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കലും അത് മനസ്സിലാക്കലും മാതൃകാപരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരലുമൊക്കെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒമിന സുന്ന ദിക്റു മഹാസിനി അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലിഹിം അജ്മഈൻ. സുന്നത്തിൽപ്പെട്ടതാണ്, അഥവാ നബിചര്യയിൽപ്പെട്ടതാണ് എന്ത്? ദിക്റു മഹാസിനി അസ്ഹാബി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബുകൾ, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ സഹാബികൾ, അവരുടെ നന്മകൾ പറയൽ, പരാമർശിക്കൽ, അത് അനുസ്മരിക്കൽ, അത് യഥാർത്ഥത്തിൽ സുന്നത്തിൽപ്പെട്ടതാണ്. അങ്ങനെ നാം പരിശോധിക്കുമ്പോൾ ആ സഹാബാക്കളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഏറ്റവും നല്ലവനാരാണ്? ഫഇന്ന ഖൈറ ഹാദിഹിൽ ഉമ്മ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചാൽ പിന്നെ ആ സഹാബകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ അൽ ഖുറശി അത്തൈമി. തെയ്മ് ഗോത്രത്തിൽപ്പെട്ട, ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വാപ്പയുടെ പേര് ഉസ്മാൻ എന്നാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് എന്നറിയപ്പെട്ട
മഹാനായ നമ്മുടെ ഒന്നാമത്തെ ഖലീഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് 2.5 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ജനിക്കുന്നത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. പുറമേ നിന്ന്, സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ല, പുറമെ നിന്ന് ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളെക്കുറിച്ച് എണ്ണുമ്പോൾ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് വളരെ പ്രഗത്ഭരായ സഹാബാക്കളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് അദ്ദേഹം ക്ഷണിച്ചിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ സുബൈർ ഇബ്നു അവ്വാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ല, സഅദ് ഇബ്നു അബീ വഖാസ്, ഇവരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളാണത്. ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ആര് ക്ഷണിച്ചിട്ടാണ്? അബൂബക്കറിൻ്റെ ക്ഷണപ്രകാരം, അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരാണ് അബൂബക്കർ എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ മഹാസിനുകൾ നമ്മൾ അറിയണം, നന്മകൾ നമ്മൾ അറിയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്ന് ചോദ്യം വന്നു. അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു അസിനെ ദാത്തുസ്സലാസിൽ എന്ന ഒരു യുദ്ധം അതിന് ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നേതാവായി നിശ്ചയിച്ചു. ആ സമയത്ത് അംർ ഇബ്നു അസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരാരാണ്? ഖാല ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആയിഷയാണ്. ഞാനങ്ങനെ അതല്ല ചോദിച്ചത്. ഒമിന റിജാൽ, ആണുങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല അബൂഹ, ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആയിഷയുടെ പിതാവാണ്. ഖുൽതു സുമ്മമൻ, പിന്നെ ആരാണ് പ്രവാചകൻ എന്ന് ചോദിച്ചപ്പോൾ സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉമർ ഖത്താബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത്, എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് അബൂബക്കറിനോടാണ്. അതുകൊണ്ട് തന്നെ ഇന്നഹു ലൈസ മിനൻ നാസി അഹദുൻ അമൻ അലയ്യ മിൻ നഫ്സിഹി ഫീ നഫ്സിഹി വമാലിഹി മിൻ അബീബക്കർ ഇബ്നു ഖുഹാഫ, അബൂബക്കർ ഇബ്നു ഖുഹാഫയെ പോലെ സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം ധനം കൊണ്ടും എനിക്ക് പ്രയോജനപ്പെട്ട് ഞാൻ കടപ്പെട്ട, എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്ത ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നു, ഞങ്ങളിങ്ങനെ നുഖയ്യിറു ബൈനൻ നാസി ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾ കുറേ എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നല്ലവരാകുമ്പോൾ അതിൽ ഏറ്റവും നല്ലവരാരാണ് എന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഞങ്ങളുടെ ചർച്ചയിൽ, ഞങ്ങളുടെ സംസാരത്തിൽ അങ്ങനെ ആളുകളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കും. ഫനുഖയ്യിറു അബൂബക്കർ, അങ്ങനെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ഏറ്റവും ഉത്തമനായിട്ട് എണ്ണൽ അബൂബക്കറിനെയാണ്. സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, പിന്നെ ഉമർ ഖത്താബിനെയാണ്. സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും. ഇങ്ങനെ ആ ക്രമപ്രകാരം അങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും നല്ലവരായി കരുതിയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എപ്പോഴും കേൾക്കും, എന്ത് കുൻതു കസീറൻ അസ്മഉൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, ധാരാളമായി പ്രവാചകൻ പരാമർശിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ദഹബ്തു അന വ അബൂബക്കർ ഉമർ വദഖൽതു അന വ അബൂബക്കർ ഉമർ വഖറജ്തു അന വ അബൂബക്കർ ഉമർ. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനത് ചെയ്തു അബൂബക്കറും ഉമറും, ഞാൻ ഇങ്ങോട്ട് പ്രവേശിച്ചു അബൂബക്കറും ഉമറും, ഞാൻ ഇന്നിടത്തേക്ക് യാത്ര ചെയ്തു ഞാനും അബൂബക്കറും ഉമറും എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യ നിർവഹണത്തിലൊക്കെ കൂടെയുണ്ടായിരുന്നവരാണ് അബൂബക്കറും ഉമറും. അതുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പരാമർശിച്ചത്, ഞാൻ ഇന്നിടത്തേക്ക് പോയി അബൂബക്കറും ഉമറും, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു ഞാനും അബൂബക്കറും ഉമറും എന്ന് പറയാറുണ്ട്. അതായത് ആ രണ്ടു പേർക്കും പ്രവാചകനോടുള്ള അറ്റാച്ച്മെൻറ്റ്, അടുപ്പം, അതാണ് അത് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല ഏത് കാര്യത്തിലും അദ്ദേഹം മുന്നിലാണ്. പ്രത്യേകിച്ച് നന്മകൾ പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല, ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ പ്രത്യേകിച്ചും. അങ്ങനെ ഒരു സംഭവം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ തസദ്ദഖ്, ഒരു വലിയ ആവശ്യത്തിന് വേണ്ടി ഒരു ഫണ്ട് ശേഖരിക്കുകയാണ് റസൂല്. അന്ന് പണം കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാവരോടും. അങ്ങനെ വാഫഖദാലിക മാലൻ എന്തി, അങ്ങനെ എനിക്കും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് എനിക്കും കുറച്ച് ധനം കിട്ടിയ അവസരമായിരുന്നു.
അതുകൊണ്ട് ഫഖുൽത്തുൽ അസ്ബഖു അബൂബക്കർ ഇൻ സബഖ്തുഹു യൗമൻ, അങ്ങനെ ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും എന്ന നിയ്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഫണ്ടിലേക്ക് ഉമർ ഖത്താബ് സംഭാവന ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫജീതു ബിനിസ്ഫി മാലി, ഞാൻ എൻ്റെ മുഴുവൻ ധനവും കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി 50% അത് ധർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ നബിൻ്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഇന്ന് എന്നെ ആരും തോൽപ്പിക്കില്ല, എൻ്റെ സംഭാവനയായിരിക്കും ഏറ്റവും വലുത് എന്ന്. അങ്ങനെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അബ്ഖൈത ലി അഹ്ലിക്. അപ്പോൾ ഇതെല്ലാം വലിയൊരു സംഖ്യ കൊണ്ടുവന്നപ്പോൾ ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിൻ്റെ കുടുംബത്തിന് വേണ്ടി പുരയിൽ ബാക്കിയാക്കിയത്? ഖുൽതു മിസ്ലഹു, ഞാൻ കൊണ്ടുവന്ന അത്ര തന്നെയും ഇനി കുടുംബത്തിൽ ബാക്കിയുണ്ട്. അപ്പം 50 ഇങ്ങോട്ട് കൊണ്ടുവന്നു, 50 അവിടെ വെച്ചിട്ടുണ്ട്. ഫഖാല, അങ്ങനെ ഖുൽതു മിസ്ലഹു ഖാല അത അബൂബക്കർ. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ കടന്നു വന്നു. ബികുല്ലി മാ ഇൻദഹു, പുരയൊന്നും വെച്ചിട്ടില്ല, പൂർണ്ണമായും അതൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അബ്ഖൈത ലി അഹ്ലിക്, എന്താണ് അബൂബക്കറെ ഇനി ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊക്കെ അവിടെ എന്ത് സ്വത്താണ് ബാക്കി വെച്ചത്? കാല അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, അവിടെ അള്ളണ്ട് റസൂലുണ്ട്, വേറെ ഒന്നുമില്ല, ഉള്ളതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫഖുൽതു, അപ്പം ഉമർ ഖത്താബ് പറയാണ്, ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദ, ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ മത്സരിക്കാനില്ല, മത്സരിച്ചാൽ ജയിക്കില്ല. അത്രമാത്രം എല്ലാവരുടെയും മുന്നിൽ മത്സരത്തിനെത്തുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അഭിപ്രായപ്പെട്ടു, നിങ്ങളുടെ കൂട്ടത്തിലെ എല്ലാവർക്കും, അവരെ ഇസ്ലാമിനും അതുപോലെ തന്നെ ഈ ദീനിനും എനിക്കും ഒക്കെ വ്യക്തിപരമായും പ്രാസ്ഥാനികമായും ദീനിയായും എന്തൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ തത്തുല്യമായ ഉപകാരങ്ങൾ ഞാൻ അവർക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരാളൊഴിച്ച്. അബൂബക്കർ അത് പ്രത്യുപകാരം ചെയ്താൽ പൂർത്തിയാക്കാൻ പറ്റാത്ത അത്രയും സേവനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പരലോകത്ത് അദ്ദേഹത്തിന് അതിന് വലിയ സമ്മാനം ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാലി അഹദിൻ ഇൻദനാ യദുൻ ഇല്ലാ വഖദ് കാഫൈനാഹു മാ ഖലാ അബൂബക്കർ, എല്ലാവർക്കും അവരുടെ മഹത്തായ സേവനത്തിന് പകരമായി ഞാൻ അവർക്ക് ചില സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അബൂബക്കറിനെ ഒഴിച്ച്. ഫഇന്ന ലഹു ഇൻദനാ യദൻ യുകാഫിഉഹു അല്ലാഹു യൗമൽ ഖിയാമ ബിമാ യൗമൽ ഖിയാമ, അദ്ദേഹം നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്, അതിന് പകരമായി ഖിയാമത്ത് നാളിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ നഫഅനി മാലു അഹദിൻ ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖിൻ്റെ ധനം, സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ വേറെ ഒരാളുടെയും സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖ്തു അബൂബക്കർ ഖലീലൻ, എൻ്റെ ഈ പ്രവാചകത്വത്തിൽ ഒരു കൂട്ടുകാരനെ സ്വീകരിക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു പങ്കാളിയായി അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു. അതിന് നിവൃത്തിയില്ലല്ലോ, കാരണം അള്ളയാണല്ലോ ഈ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ആരെയാണ് ആ പണിക്ക് നിശ്ചയിക്കുന്നത്? അള്ളാൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ ഒരാളെ ഷെയർ കൂട്ടാൻ നിവൃത്തിയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ ദൗത്യത്തിൽ ഞാൻ പങ്കാളിയാക്കുമായിരുന്നു. അലാവ ഇന്ന സാഹിബക്കും ഖലീലുള്ള, പക്ഷേ ഒരു സംശയവുമില്ല, നിങ്ങളുടെ കൂട്ടുകാരൻ അബൂബക്കർ ഖലീലുള്ള, അള്ളാൻ്റെ ഖലീലാണ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണ്, അള്ളാഹുവിൽ ആത്മാർത്ഥമായി വിശ്വാസവും അവലംബവുമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്ബുത് ഉഹദ് ഫഇന്ന അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി, അവിടെ പെട്ടെന്ന് മല ഇളകി, ഒന്ന് പ്രകമ്പനം കൊണ്ടു. അപ്പോൾ പ്രവാചകൻ ഉഹദിനോട് നോക്കി പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അവിടെ സ്ഥിരമായി നിൽക്കൂ, ഇളകല്ല, പ്രകമ്പനം കൊള്ളല്ല, കാരണം നിന്റെ മുകളിൽ നിൽക്കുന്നത് നബിയുൻ, അതുപോലെ ഒരു പ്രവാചകനും, സിദ്ദീഖുൻ, അതുപോലെ തന്നെ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖും ഷഹീദാനി, 2 രക്തസാക്ഷികളുമാണ്. ആ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒന്ന് ഉമറും മറ്റൊന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ 2 പേരും രക്തസാക്ഷികളായി മരിച്ചതാണ്. ഉമർ കൊല്ലപ്പെട്ടു, ഉസ്മാൻ കൊല്ലപ്പെട്ടു, ഇനി ശേഷം വരുന്ന അലിയും കൊല്ലപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ മുകളിലുള്ളത് ഈ മഹാന്മാരായ ആളുകളാണ്. അതുകൊണ്ട് ആ മലയോട് അടങ്ങി നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുന്നതിൽ, അദ്ദേഹത്തിൻ്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ
അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ എല്ലാ ബദ്ധശ്രദ്ധനായിരുന്നു അബൂബക്കർ. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് ഓരത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശപിക്കപ്പെട്ട ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് എന്ന മുശ്രിക് വന്നുകൊണ്ട് ഒരു മുണ്ടെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കഴുത്തിൽ ചുറ്റി വലിക്കാൻ തുടങ്ങി. വളരെ പ്രയാസപ്പെടുന്ന പ്രവാചകനെ കണ്ട് ഓടി വന്ന് അബൂബക്കർ ഈ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് എന്ന് പറയുന്നവനെ തള്ളി മാറ്റി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്താണ്, അല്ല അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ രക്ഷിതാവ് നാഥൻ പടച്ചവൻ റബ്ബാണ് എന്ന് പറഞ്ഞതിന് പേരിലാണോ നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്തിനോട് തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ വലിയൊരു സംഭവം സൂറത്ത് തൗബയിൽ 40-ാമത്തെ വചനത്തിൽ വന്നിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പേര് പറയാതെ ഉദ്ദേശത്തോടുകൂടി ആളാരാണ് എന്ന് മനസ്സിലാകത്തക്ക വിധത്തിലാണ് ആയത്ത്. ഇല്ലാ തൻസുറൂഹു വഖദ് നസറഹുല്ലാഹു സാനിയ ഇസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ശത്രുക്കൾ കാണും, അങ്ങനെ പ്രവാചകൻ പിടിക്കപ്പെടും, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കി അബൂബക്കർ അക്ഷമ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അത് കേട്ട് പ്രവാചകൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ, അള്ളാഹു ചോദിക്കുകയാണ് എല്ലാ വിശ്വാസികളോടും, ഇല്ലാ തൻസുറൂഹു, ആ പ്രവാചകന്റെ ദൗത്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, അള്ളാഹ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് സാനി യസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, രണ്ടിൽ രണ്ടാമനായി ആ സൗർ ഗുഹയിൽ അദ്ദേഹം ഹിജ്റ പോകുന്ന അവസരത്തിൽ ഒളിച്ചിരുന്ന സന്ദർഭത്തിൽ ഇത് യഖൂലു ലി സാഹിബിഹി, ആ പ്രവാചകൻ അബൂബക്കറിന്, സാഹിബ് പറഞ്ഞ അവിടെ അബൂബക്കറാണ്, അവർ രണ്ടാളുകളായി ഹിജ്റ ഒന്നിച്ചു പോയത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് സമാധാനിപ്പിച്ചു. ആ കാര്യം പ്രത്യേകം വിശുദ്ധ ഖുർആനിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമായി, ഒരു വലിയ അംഗീകാരമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 7 കവാടത്തിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അബൂബക്കറിലുണ്ട്. അതായത് ആരാണ് മയ്യത്തിൻ്റെ കൂടെ പോയത്, അതുണ്ട്. ആരാണ് പാവപ്പെട്ടവരെ സഹായിച്ചത്, അതുണ്ട്. അങ്ങനെ ഒരുപാട് 4 ചോദ്യങ്ങൾ ചോദിച്ചു. 4ലും ഹാജരായ, തയ്യാറായ, പ്രവൃത്തി ചെയ്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ ഓരോ വാതിലിലൂടെയും കടക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാ വാതിലിലൂടെയും കടക്കുന്ന ആളുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ ചോദിച്ചു. അപ്പോൾ നഅം, ഉണ്ട്, അർജു അൻ തകൂന മിൻഹും, താങ്കൾ ആ എല്ലാ വാതിലിലൂടെയും കടക്കാൻ അവകാശം നേടുന്ന, അർഹത നേടുന്ന ആളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏത് വാതിലൂടെയും കടക്കാം, ഏത് വാതിലൂടെയും, എല്ലാ വാതിലൂടെയും കടക്കാൻ അർഹമാക്കി തീർക്കുന്ന സൽക്കർമ്മം പ്രവർത്തിച്ച ആളാണ് ഉമർ ഖത്താബ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഇറങ്ങുകയും അതിൻ്റെ വിധി ഇന്നതായിരിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞാൽ അദ്ദേഹം ആ ഖുർആൻ സ്വീകരിക്കും. പിന്നെ ആര് പറഞ്ഞാലും അണുമണിത്തുക്കൊണ്ട് നടക്കൂല. ഇദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പരാതി വന്നല്ലോ. അങ്ങനെ വളരെ മോശപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ആയിഷയെക്കുറിച്ച് ആരോപണം വന്നപ്പോൾ, വ്യഭിചാര ആരോപണം വന്നപ്പോൾ ഒരുപാട് വിഷമങ്ങൾ പ്രവാചകനുണ്ടായി, ഒരുപാട് വിഷമങ്ങൾ പിതാവായ അബൂബക്കറിനുണ്ടായി. അങ്ങനെ പിന്നീടാണ് അവർ നിരപരാധിയാണ്, സൂറത്തുൽ നൂറിലും സൂറത്തുൽ ഫുർഖാനിലും ഇത് തീരെ ഈ ആരോപണം ശരിയല്ലെന്നും അങ്ങനെ വളരെ മോശപ്പെട്ട പ്രചാരണമാണിതെന്നും അതൊരിക്കലും ആ ഇഫ്കുമായി, ആ ആരോപണവുമായി വന്ന ആളുകൾ അവർ വളരെ കൊള്ളരുതാത്ത സ്വഭാവക്കാരാണെന്നുമൊക്കെ പരാമർശിക്കപ്പെട്ട വചനങ്ങൾ ഇറങ്ങി. ആ വചനങ്ങൾ ഇറങ്ങിയപ്പോൾ മിസ്തഹ് ഇബ്നു അസാസ എന്ന് പറയുന്ന അദ്ദേഹം സഹാബിയാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ ആയിഷ ഇങ്ങനെ ചില അബദ്ധങ്ങൾ പ്രവർത്തിച്ചു പോയോ എന്നൊരു പരാമർശം മിസ്തഹിൻ്റെ അടുക്കൽ നിന്ന് വരികയും, ആ മിസ്തഹ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖിൻ്റെ സഹായത്തിൽ ജീവിക്കുന്ന ആളാണ്, അയാൾ മിസ്കീനാണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് അബൂബക്കറാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്നത് അബൂബക്കറാണ്. ഇതറിഞ്ഞപ്പോൾ, ഇല്ല, ഇനി ഞാൻ ആ മിസ്തഹിനെ സഹായിക്കുകയില്ല,
അവന് കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ഇനി നിർത്തിവെക്കുകയാണ് ഈ ദേഷ്യം കൊണ്ട്. മകളെക്കുറിച്ച് ആരോപണം പറഞ്ഞപ്പോൾ അപ്പോൾ അള്ളാഹു വചനമിറക്കി. എന്താണ്? വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുതു ഉലിൽ ഖുർബ വൽ മസാകിന വൽ മുഹാജിരിന ഫീ സബീലില്ലാഹ്. നിങ്ങൾ അങ്ങനെ സത്യം ചെയ്യരുത്, കൊടുക്കുകയില്ല, ദാനം ചെയ്യുകയില്ല, ധർമ്മം ചെയ്യുകയില്ല എന്നൊന്നും നിങ്ങൾ പ്രതിജ്ഞ ചെയ്യരുത്. അടുത്ത ബന്ധുക്കൾ, ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് മിസ്താഹ്, ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ മിസ്കീന്മാർക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകൾക്ക്, ഇവർക്കൊന്നും ഇനി ദാനം ചെയ്യില്ല എന്ന് നിങ്ങൾ അങ്ങനെ പ്രതിജ്ഞ എടുത്തേക്കരുത്, പാടില്ല. വൽ യഅഫു വൽ യസ്ഫഹു, അവർക്ക് വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുത്തേക്ക്, അവർക്ക് ക്ഷമിച്ചു കൊടുത്തേക്ക്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം പൊറുക്കുന്നവനാണ് എന്ന ഈ വചനം ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇതാ ഞാൻ മിസ്താന് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സഹായങ്ങളും അതേപോലെ ആവർത്തിക്കുന്നു. അദ്ദേഹത്തിനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ആക്ഷേപപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വചനം അനുസരിച്ച് ഇനി മുതൽ എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറാണ്. സഹോദരന്മാരെ, ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോഴേക്ക് അതിൽ ഉതിരുകൾ കാണാതെ അത് അപ്പടി അതിൻ്റെ ആജ്ഞകൾ അനുസരിക്കുകയും അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുകയും ചെയ്തതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മഹിതമായ സ്വഭാവ വിശേഷണങ്ങൾ ജീവിതത്തിൽ പകർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുൽ ഇഖ്വാൻ, ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മഹത്തായ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ്റെ മരണത്തോടനുബന്ധിച്ച സംഭവം ഒരു തെളിവാണ്. പ്രവാചകൻ മരണപ്പെട്ടു, അത് സഹാബികൾക്ക് താങ്ങാൻ കഴിയാത്തതാണ്. കാരണം അവിടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയും താങ്ങും തണലുമൊക്കെ ആയിരുന്നു പ്രവാചകൻ. ഏത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ അതിന് പരിഹാരമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കപ്പെട്ട അവധിയിൽ പ്രവാചകൻ മരണപ്പെട്ടു. പക്ഷെ സഹാബാക്കൾക്ക് അവിശ്വസനീയമായൊരു കാര്യം, പലരും അദ്ദേഹം മരിച്ചിട്ടില്ല, താൽക്കാലികമായ ഒരു ഇടവേള എടുത്തതാണ്, തിരിച്ചു ഇനിയും വീണ്ടും വരും എന്നൊക്കെ പലരും പറഞ്ഞു. ഉമർ ഖത്താബ് അടക്കം പറഞ്ഞു അദ്ദേഹം ചെറിയൊരു ഇടവേളയിൽ പോയിരിക്കുകയാണ്, തിരിച്ചു വരും. ആരെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അഖ്തുലുഹു, ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഖതഅതു റഅ്സുഹു, അവൻ്റെ തല ഞാൻ വെട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സന്ദർഭം. അപ്പോൾ ഈ അബൂബക്കർ അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം കുറച്ച് ദൂരെയായിരുന്നു. ഇതറിഞ്ഞ് അദ്ദേഹം വീണ്ടും വന്നു. അങ്ങനെ അദ്ദേഹം വന്ന് മരണപ്പെട്ട് കിടക്കുന്ന ആ പ്രവാചകനെ നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇട്ട തുണി നീക്കിയ ശേഷം അതിൽ ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതാ ഈ പ്രവാചകരെ അങ്ങക്കൊരിക്കലും അള്ളാഹു 2 മരണം തരില്ല. അഥവാ വീണ്ടും ഒന്ന് ജീവിച്ച് വീണ്ടും ഒന്ന് മരിക്കുക ഇനി നിങ്ങൾക്കില്ല, നിങ്ങൾക്കൊരു മരണമേ ഉള്ളൂ, അതിവിടെ സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അലാ മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും ഇതുവരെ പ്രവാചകൻ മുഹമ്മദിനെ ആണ് ആരാധിച്ചതെങ്കിൽ, അദ്ദേഹത്തോടാണ് സഹായം തേടിയതെങ്കിൽ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, നിങ്ങൾ ആരാധിക്കുന്ന അങ്ങനെ മുഹമ്മദിനെ ആരാധിച്ചുവെങ്കിൽ ആ ആരാധ്യൻ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ, ആരെങ്കിലും അള്ളാഹനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ ഹയ്യുൻ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ലാ യമൂത്ത്, അള്ളാഹുവിന് മരണമില്ല. ഇത് പറഞ്ഞതോടുകൂടി സഹാബികളെല്ലാം വിവേകത്തിലേക്ക് കടന്നു വന്നു. അവർക്കൊക്കെ കാര്യം മനസ്സിലായി. അങ്ങനെ ആ സന്ദർഭത്തിൽ ഈ വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് കൂടി അബൂബക്കർ സിദ്ദീഖ് അവരെ ഓർമ്മപ്പെടുത്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ
യളുറല്ലാഹ ഷൈഅൻ വസയജില്ലാഹു ഷാകിരീൻ. മുഹമ്മദ് ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ആയുഷ്കാലം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അങ്ങനെയുള്ള പ്രവാചകൻ മരിക്കുകയോ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻഖലബ്തും അലാ അഖാബിക്കും, അങ്ങനെ നിങ്ങൾ വന്ന പാട്ടിന് തിരിഞ്ഞു പോകുമെന്നാണോ, വിശ്വാസങ്ങൾക്ക് ഒഴിവാക്കി നിങ്ങൾ പോണ പാട്ടിന് പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വലൻ യദുറല്ലാഹ ഷൈഅൻ, അങ്ങനെ ഒരാൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് അള്ളാഹ്ക്ക് യാതൊരു ഉപദ്രവം ചെയ്യാൻ അവനെ കൊണ്ട് സാധ്യമല്ല. വസയജിസില്ലാഹു ഷാകിരീൻ, നന്ദി ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. ഇങ്ങനെ അതുപോലെ തന്നെ വിശ്വാസികളായ ആ സന്ദർഭത്തിൽ എല്ലാവരും അടങ്ങി അതിനുശേഷം പ്രവാചകനെ മറമാടുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അതിനു മുമ്പായി തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. ആ കാര്യവും വളരെയധികം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ അൻസാർ. അപ്പം അൻസാരികൾ പറഞ്ഞു, ആർക്കും ഒരു ഐഡിയ ഇല്ലല്ലോ, നബി മരിക്കുന്നതിന് മുമ്പ് ഇന്ന ആളാണ് ഖലീഫയാകേണ്ടതിന് സൂചന പോലും കൊടുത്തിട്ടില്ല. പക്ഷേ പല കാരണങ്ങളാലും സഹാബത്ത് മനസ്സിലാക്കി അബൂബക്കറാണ് തനിക്ക് ശേഷം ഭരണം ഏറ്റെടുക്കേണ്ടതെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ചില ചെയ്തികളിലൂടെ അവർക്കത് മനസ്സിലായി. അപ്പോൾ അൻസാരികളും മുഹാജിരികളും ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നൊരു അമീറായിക്കോട്ടെ നമ്മൾ കൊടുക്കുന്നൊരു അമീറായിക്കോട്ടെ, രണ്ടാളും ഭരിച്ചോട്ടെ എന്നൊക്കെ അവർ അഭിപ്രായപ്പെട്ടു. പക്ഷേ ആ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മാഷറൽ അൻസാർ അലസ്തും തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അബൂബക്കർ അൻ യുഉമ്മൻ നാസ. എല്ലാവരും ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സാന്നിധ്യത്തിൽ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാൻ ആരെയാണ് തിരഞ്ഞെടുത്തത്? അബൂബക്കറിനെയാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഖാലു ബല ഖാല ഫഅയ്യുക്കും തതീബു നഫ്സുഹു അൻ യതഖദ്ദമ അബൂബക്കർ. അപ്പോൾ അബൂബക്കർ ഇവിടെ ജീവിച്ചിരിക്കെ അദ്ദേഹത്തെക്കാൾ മുന്നിൽ ഒരു ഇമാറത്ത് ഏറ്റെടുക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ? അവർ പറഞ്ഞു, അൻസാരികൾ പറഞ്ഞു, നഊദു ബില്ലാഹി അൻ നതഖദ്ദമ അബൂബക്കർ. അബൂബക്കറിൻ്റെ മുന്നിൽ നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, അതൊരിക്കലും സാധ്യമല്ല. അബൂബക്കറിനെ കവച്ചു വെക്കാൻ ആരുമില്ല എന്നവർ അംഗീകരിക്കുകയും അബൂബക്കറിന് എല്ലാവരും ബൈഅത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു 63-ാമത്തെ വയസ്സിൽ. 2 കൊല്ലവും ഏതാനും മാസങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലാവധി ഉണ്ടായിരുന്നത്. പ്രവാചകൻ മരിച്ചതും 63-ാമത്തെ വയസ്സിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചത് 63-ാമത്തെ വയസ്സിൽ. സഹോദരന്മാരെ, ഇതാണ് വളരെ ചുരുക്കി ഒരുപാട് സംഭവങ്ങൾക്കിടയിൽ പെറുക്കിയെടുത്ത മഹാനായ 1-ാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ഒരുപാട് പാഠങ്ങൾ നമുക്കതിലുണ്ട്, മാതൃകയാക്കാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ തൗഹീദിന് വേണ്ടിയും ദീനിന് വേണ്ടിയും സർവസ്വവും സമർപ്പിക്കാൻ അദ്ദേഹത്തെ പോലെ നമ്മളും തയ്യാറാകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിഫാഖിൽ നിന്നും അതുപോലെ തന്നെ മറ്റെല്ലാ വിധത്തിലുള്ള തെറ്റായ സ്വഭാവങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد. أقيم الصلاة.